ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. വെൽക്കം ടു മൈ ചാനൽ. പണ്ട് ഒരു കുട്ടി ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചിരുന്നു, ഡു സയൻറ്റിസ്റ്റ് പ്രേ? നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ഒരു ചെറിയ കുട്ടി ഐൻസ്റ്റീനോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഐൻസ്റ്റീൻ ആ ക്വസ്റ്റ്യൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, ഈ സയൻറ്റിഫിക് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ദാറ്റ് എവറിത്തിങ് ടേക്സ് പ്ലേസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ലോ ഓഫ് നേച്ചർ. ഈ പ്രകൃതിയുടെ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ഈ സയൻറ്റിഫിക് റിസർച്ച് ബേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഹോൾഡ്സ് ദി ആക്ഷൻസ് ഓഫ് പീപ്പിൾ എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ നമ്മുടെ പ്രകൃതിയിലുള്ള ഈ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ സയൻസ് വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ പ്രെയർ ഓർ എ വിഷ് അഡ്രസ് ടു എ സൂപ്പർ നാച്ചുറൽ ബീയിങ്. ഇത് മാർക്കറ്റിലും വളരെ ആപ്ലിക്കബിൾ ആണ് ഈ ഐൻസ്റ്റീൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാനിങ്ങനെ ടി വിയിൽ ചില സമയത്ത് ന്യൂസുകൾ കാണുന്ന സമയത്ത് പല അനലിസ്റ്റുകളും വന്നിട്ട് അവർ പല സ്റ്റോക്കിനെ കുറിച്ചും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഒരു ക്യാൻവാസ് കിട്ടിയ സമയത്ത് ഇറ്റ് ഈസ് ഈ ക്യാൻ ഡ്രോ എനിത്തിങ് ഫ്രം ഹിസ് ഇമാജിനേഷൻ. സോ നമ്മളെ ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ്. നോളജ് ഈസ് ലിമിറ്റഡ് ആൻഡ് ഇമാജിനേഷൻ ആൻഡ് സർക്കിൾസ് ദ വേൾഡ്. അതുപോലെ തന്നെയാണ് ഈ ഫൈനാൻഷ്യൽ പല ആൾക്കാർ ഈ ടി വി അനലിസ്റ്റ് വന്നിട്ട് പല സ്റ്റോക്കും വാങ്ങിക്കുകയെന്ന് വെച്ചാൽ ഫോർകാസ്റ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഞാൻ ഒരു ന്യൂസ് കണ്ട സമയത്താണ് ഇവർ പറഞ്ഞ് സൊമാറ്റോ എന്നുള്ള കമ്പനിയെ കുറിച്ചിട്ട്, സൊമാറ്റോ കമ്പനി വാങ്ങിക്കാൻ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നതും, സൊമാറ്റോ വാങ്ങിക്കുന്നുള്ള വലിയ വലിയ ഫണ്ട് മാനേജേഴ്സ് വന്നിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്താ അതിൻ്റെ കാരണം വെച്ചാൽ, നമ്മളെ ഏത് കമ്പനിയും നമ്മളാണ് വാങ്ങിക്കുന്നത്. ഇപ്പം നമ്മളാണ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നത്, നമ്മൾ ഹാർഡ് ഏൺ മണി എടുത്തിട്ടാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നതിനെക്കാട്ടും മുന്നിൽ ആ കമ്പനീനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡെപ്ത് സ്റ്റഡി, അറ്റ്ലീസ്റ്റ് എന്താണ് ആ കമ്പനി ചെയ്യുന്നത്, എന്താണ് ആ കമ്പനീൻ്റെ പ്രോഡക്ട്സ്, എത്ര ആൾ ഈ കമ്പനീൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനീൻ്റെ പർപ്പസ് എന്താണ്, മാർക്കറ്റിൽ ഈ കമ്പനീൻ്റെ പർപ്പസ് എന്താണ്. അങ്ങനെയുള്ള കുറേ കമ്പനിയുണ്ട്. യാതൊരു പർപ്പസ് ഇല്ലാത്ത കുറേ കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ കംപ്ലീറ്റ് പോരുള്ളൂ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയും. നമ്മളെ കേരളത്തിൻ്റെ കുറച്ച് മുമ്പിൽ ഒരു ഹൈ റിച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു മണി ചെയിൻ കമ്പനി. ഇതെല്ലാം ഷാഡോ ബാങ്കിങ് ഫ്രോഡ് കമ്പനിയാണെന്നുള്ള കാര്യം. എന്തിനാണ് കമ്പനീൻ്റെ ആവശ്യം, എന്താണ് ഈ ചെയ്യുന്നത്, ഇത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ഹൈ റിച്ച്, അതെനിക്ക് മനസ്സിലാക്കാം. അതുപോലെയുള്ള കമ്പനികൾക്ക് സർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സൊമാറ്റോയുടെ കാര്യം പറയാം. സൊമാറ്റോയിലേക്ക് നമുക്ക് പോകാം. സൊമാറ്റോ എന്ന് പറഞ്ഞ കമ്പനി 2020 ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ്. അവർക്കിപ്പോൾ 23 കൺട്രീസിൽ അവർക്ക് ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. അവർക്ക് പിന്നെ ഒരു മാസം അവർ പറയുന്ന വെച്ചാൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് അവർക്ക് 10.7 മില്യൺ കസ്റ്റമേഴ്സ് ഫുഡ് സൊമാറ്റോ വഴി ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അവരെ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ എന്താണെന്ന് വെച്ചാൽ സൊമാറ്റോ, ഹൈപ്പർ പ്യുവർ, ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡുകളാണ്. അപ്പോൾ ഈ കമ്പനി ആരാണ് തുടങ്ങിയത്, ആരാണ് ഈ കമ്പനീൻ്റെ ഒരു ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? അതൊരു ഡാറ്റ അനലിസ്റ്റ് ടീം, ഒരു ദീപേന്ദർ ഗോയൽ എന്ന് പറഞ്ഞ ഒരാളാണ് അത് ഹെഡ് ചെയ്ത് ആദ്യം ഈ കമ്പനി ഫോം ചെയ്ത ഒരാൾ. അയാളായിരുന്നു ഈ കമ്പനി ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആ കമ്പനീനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കിയാൽ, ഈ കമ്പനീനെ കുറിച്ചിട്ട് വാട്ട് ഈസ് ആർ ബിസിനസ് എന്നുള്ള കാര്യം. ഞാൻ ഈ കമ്പനീനെ കുറിച്ച് പറയാനുള്ള കാരണം വെച്ചാൽ, ഈ കമ്പനി ഒരു വലിയൊരു ഹൈ വാല്യുവേഷനുള്ള ഒരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 2,76,241 കോടി അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇബിറ്റ് ലാസ്റ്റ് ഇയർ കാണിച്ചത് 235 കോടിയാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയുക. ജസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആപ്പിൾ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. ഈ ആപ്പിൾ കമ്പനീൻ്റെ ഈ EV to EBIT, ഞാൻ അതിന് മുന്നിൽ EV to EBIT കുറിച്ച് സംസാരിക്കും, എന്നിട്ട് ഈ ആപ്പിളിലേക്ക് വരാമെങ്കിൽ. അപ്പോൾ ഈ കമ്പനീൻ്റെ ഇബിറ്റ് കാണുന്നത്, ഇബിറ്റ് എന്ന് വെച്ചാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, 235 കോടിയെ കാണും. EV to EBIT കാണുന്നത് 324 കോടിയാണ്. എൻ്റർപ്രൈസ് വാല്യൂ ടു ഇബിറ്റ് 324.
അതിൻ്റെ സ്റ്റോക്ക് പി എന്ന് വെച്ചാൽ 372x ആണ്, 372 ടൈംസ് വാല്യുവേഷൻ ഈ സ്റ്റോക്കിന്. ഇൻഡസ്ട്രി പി എന്ന് വെച്ചാൽ 33 ടൈംസേ ഉള്ളൂ. ഈ സ്റ്റോക്ക് പി 372 ടൈംസ് ആണ്. ഞാനൊരു കമ്പാരിസൺ ചെയ്യാം. നമുക്ക് HDFC ബാങ്കിന് എടുക്കാം. HDFC ബാങ്കിൻ്റെ ഇബിറ്റ് വന്നത് 69,382 crores അതിൻ്റെ ഇബിറ്റ് ഉള്ളത്. അതേസമയത്ത് ഇതിൻ്റെ ഇബിറ്റ് വന്നിരിക്കുന്നത് ആകെ 235 കോടിയാണ്. അറ്റ് ദ സെയിം ടൈം EV to EBIT ഓഫ് HDFC ബാങ്ക് ഈസ് ഓൺലി 7. അപ്പോൾ EV to EBIT ഓഫ് സൊമാറ്റോ ഈസ് 324. ഇനി ഞാൻ ആപ്പിൾ എന്നുള്ള കമ്പനി പറയാം. ആപ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആപ്പിൾ കമ്പനി, ആപ്പിൾ എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി. അവരെ EV to EBIT ആപ്പിളിൻ്റെ EV to EBIT കാണുന്നത് 29.78 ആണ്. സോ ഇത്ര അധികം വാല്യൂഷൻ എന്താണ് ഈ സൊമാറ്റോ എന്നൊരു കമ്പനിക്ക് ഉണ്ടാകുന്നത്? അവർ ചെയ്യുന്ന ബിസിനസ് എന്താ? നിങ്ങൾ ഹോട്ടലിൽ ഫുഡ് ഡെലിവറി ചെയ്താൽ ഫുഡ് വീട്ടിൽ കൊണ്ടുവരുന്ന കമ്പനിയാണ് ഈ സൊമാറ്റോ എന്നാണ്. അവർക്കിപ്പോൾ ഈ ടിക്കറ്റിംഗ് ബിസിനസ്സും കൂടി ഉണ്ടെന്ന് കേട്ടു. ഞാൻ PTMന്റെ ബിസിനസ് വാങ്ങിച്ചിട്ട്. പിന്നെ ക്യാഷ് ഫ്ലോ ഇൻ ഓപ്പറേഷൻ കാണുന്ന 656 കോടിയാണ്. ഈ കമ്പനി ഒരു കാരണവശാലും ഞാൻ ഈ 298 റുപ്യ എൻ്റെ ഹയസ്റ്റ് പോയത് 286 റുപ്യയിൽ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, ഞാൻ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്ത് ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞത്, പിന്നെ ഐൻസ്റ്റീൻ പറഞ്ഞതിൻ്റെ ഓർമ്മ വരുന്നത്. കാരണം ലൈഫ് ഈസ് ലൈക്ക് റൈഡിങ് എ ബൈസിക്കിൾ. ടു കീപ് യുവർ ബാലൻസ് യു മസ്റ്റ് കീപ് മൂവിങ് എന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എന്താ കമ്പനി അറേഞ്ച് ചെയ്യുന്ന വാല്യൂഷൻ നോക്കിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കമ്പനികളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ കമ്പനി മൂവ് ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ആസ് ഫാർ ആസ് ഞാനൊരു ആപ്പിളും HDFCയും ഇതേ കമ്പനിയുടെ ഇബിറ്റും അതിൻ്റെ ഇബിറ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് എത്ര ചെറിയ പ്രോഫിറ്റ് ഈ കമ്പനിക്കുള്ളത് നോക്ക്. ആകെ ഉള്ളത് 300, അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് 235 കോടി. അതിന് മാർക്കറ്റ് ക്യാപ്പ് 2,76,241 crores. ഒരു കാരണവശാലും ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. എനിവേ ഞാനത് നിങ്ങൾക്ക് വിട്ടിരുന്നു, നിങ്ങൾ ആലോചിക്കൂ. Thank you for viewing my channel. So I have only a humble request to you to subscribe my channel.